ഹൂ, അങ്ങനെ ഒരു ഭാരം ഒഴിഞ്ഞു. അവൾക്ക് താല്പര്യമില്ലെങ്കിലും എന്താ, നിർബന്ധിച്ച് കെട്ടിച്ചു വിട്ടപ്പോ മനസ്സിനൊരു ആശ്വാസം. അതെ അതെ, വല്ലാത്തൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. അടുത്തത് നീ. മൂത്തവളുടെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇളയവളുടെ അങ്ങ് നോക്കിയാലോ ശീലു? പിന്നെന്താ, അതാണല്ലോ അതിന്റെ ശരി. ട്വിങ്കിൾ മോളെ, നിനക്കറിയാലോ പെൺകുട്ടികൾക്ക് അത്യാവശ്യത്തിലേറെ. അതെ, അത്യാവശ്യത്തിലേറെ ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലി ആണല്ലോ നമ്മുടേത്. പിങ്കിയുടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്റെയും കൂടെ അങ്ങ് നടത്തിയാലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുക. എന്ന് കരുതി നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എതിരെ നിൽക്കുന്നില്ല കേട്ടോ. അതെ, മോൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്നു പറഞ്ഞോ, ഞങ്ങക്ക് സന്തോഷമേ ഉള്ളൂ. അച്ഛനമ്മ നടത്തി തരാന്ന്. അല്ല അത് ധൈര്യമായിട്ട് പറ മോളെ, നിനക്ക് താല്പര്യമില്ലാത്ത കല്യാണം ഞങ്ങൾ നടത്തുവോ? ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്നു പറഞ്ഞോ, ഞങ്ങളത് നടത്തി തരാന്ന്. ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ മോൾക്ക്? പറ മോളെ, ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അതെ, നിന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് പ്രധാനം. നിന്റെ നല്ല ഭാവി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്നു പറഞ്ഞോ, മടിക്കണ്ട, ഞങ്ങൾ നടത്തി തരാന്ന്. പറ മോളെ, ഞങ്ങൾ നടത്തി തരാം. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എനിക്ക് അങ്ങനെ ആരോടും ഇഷ്ടമല്ല. അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. നിങ്ങൾ പറയുന്ന ആളെ തന്നെ കെട്ടിക്കോളാം. കണ്ടോ ശീലു, നമ്മൾ ഇത്രയും ഫ്രീഡം അവൾക്ക് കൊടുത്തിട്ടും അവൾക്ക് പേരിന് പോലും ഒരു പ്രേമില്ല എന്ന് പോലും. അതെ അതെ, അതിശയം തോന്നുക. ചില പെൺകുട്ടികൾക്കൊക്കെ നമ്മളെ പോലുള്ള മാതാപിതാക്കളെ കിട്ടാഞ്ഞിട്ട്. എന്തായാലും മോളെ, നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ കല്യാണം നടത്തൂട്ടോ. താങ്ക്സ്. അഭിമാനം തോന്നുന്നു. എന്തിന്? ജനിച്ചതിനും ജനിപ്പിച്ചതിനും.